ഫസ്റ്റ് കാണുന്നത് എയർപോർട്ടിൽ വെച്ചാണ്. ലൈക്ക് ഞാൻ സമയത്ത് ഡെലോട്ടി വർക്ക് ചെയ്യായിരുന്നു. അത് അപ്പോൾ അവിടെ വെച്ച് കണ്ടു. കുറച്ച് നേരം കൊച്ചിയിൽ അങ്ങനെ ഹാങ് ഔട്ട് ചെയ്തു. എൻഡ് ഓഫ് ദ ഡേ അതിന് മുന്നേ വരെ നമ്മൾ വീഡിയോ കോളോ അല്ലെങ്കിൽ ഫോണിലൊക്കെ സംസാരിച്ചിരുന്നത്. അപ്പോൾ അന്ന് നമ്മൾ കുറച്ച് നേരം ഇരുന്ന് കുറച്ച് നേരം സംസാരിച്ചു, കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അന്ന് രസമായിരുന്നു. ഫസ്റ്റ് മീറ്റ് രസമായിരുന്നു. ഇപ്പോൾ കൃഷ്ണയുടെ കേസിൽ പറഞ്ഞ പോലെ ഇനീഷ്യലി നമ്മൾ കുറച്ച് നേരം അധികം നമുക്ക് സമയം കിട്ടി. കുറച്ച് നേരം ഇപ്പോൾ ഓവറോൾ നോക്കുക വെച്ചാൽ 1.5 കൊല്ലമായിട്ട് നമുക്ക് അങ്ങോട്ടും കൂടെ അറിയാം. ഒരു ഇനീഷ്യൽ ഫേസ് എടുക്കുകയാണെങ്കിൽ കുറേ നേരം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണെങ്കിലും ഒരു ഇൻഡിപെൻഡൻറ്റ് തോട്ട്സ് ഒക്കെ ഉണ്ട്, യുണീക്കായിട്ട് രീതിയിൽ ചിന്തിക്കുന്നു. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പറഞ്ഞ പോലെ ചളിയടിക്കും, നല്ല ഹ്യൂമർ സെൻസ് ഉണ്ട്. ഇപ്പോൾ ആള് ഒരു സിറ്റുവേഷൻ ആണെങ്കിലും എന്താ പറയുക, തമാശയൊക്കെ പറഞ്ഞ് നല്ല അടിപൊളിയായിട്ട് ഹാൻഡിൽ ചെയ്യും കാര്യങ്ങൾ. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നമ്മൾ സംസാരിച്ച് തുടങ്ങിയ സമയത്താണെങ്കിലും ഇപ്പം എനിക്ക് ഭയങ്കര ഒരു പ്രയോറിറ്റി ഉള്ള കാര്യമാണ് ഫാമിലി. അപ്പോൾ എന്താ പറയുക, ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഒക്കെ ഫോളോ ചെയ്ത ആൾക്കാർക്ക് അറിയാം, ഐ ഡോണ്ട് ഹാവ് ഫ്രണ്ട്സ്, ഐ ഗാറ്റ് ഫാമിലി എന്ന് പറയും. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും അവർ വന്ന് എൻ്റെ ഫാമിലി ആവുകയാണ് ചെയ്യാറ് എപ്പോഴും. ഇപ്പോൾ കൃഷ്ണയുടെ കേസിൽ സംസാരിച്ച് തുടങ്ങിയ സമയത്തൊക്കെ ആണെങ്കിലും ആൾ ആ സെയിം കാര്യങ്ങൾ, ഇപ്പോൾ ആളുടെ ഫാമിലിയെ പറ്റി, ആളുടെ അമ്മയെ പറ്റി, ആളുടെ മുത്തശ്ശനെ പറ്റി, പിന്നെ ചേച്ചിയെ പറ്റി, സന്ദീപേട്ടനെ പറ്റി, പിന്നെ അമ്മാവന്മാരെ പറ്റി, മീൻസ് എപ്പോഴും ഫാമിലിയെ പറ്റി എപ്പോഴും ഡിസ്കഷനിലൊക്കെ എപ്പോഴും ഫാമിലിയെ പറ്റി വരാറുണ്ട്. അപ്പോൾ ആ ഒരു പ്രയോറിറ്റി മാച്ചായിരുന്നു ഇനീഷ്യലി ഒരു എന്താ പറയുക എനിക്കൊരു മാച്ചായി തോന്നിയത്. ബാക്കി എന്തൊക്കെ ഉണ്ടെങ്കിലും അത് എന്താ പറയുക ബിലോ ഇറ്റാണ്. ആ ഒരു ഇനീഷ്യൽ എന്താ പറയുക ഒരു കുക്കിംഗ് പോയിന്റ് എന്നൊക്കെ പറഞ്ഞ ആ ഫാമിലി എന്നുള്ള ആ വാക്കാണ്.
ഞങ്ങൾക്ക് ഒന്നും പറയാനില്ല. കാരണം ഞാൻ അതെ ഒറ്റ വാക്കിൽ ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് മരുമകളല്ല, മകളാണ്. കൃഷ്ണനെ പറ്റി പറയുകയാണെങ്കിൽ കൃഷ്ണ എക്സ്ട്രോവേർട്ടാണ്. കൃഷ്ണ എന്തിനു വിളിച്ചാലും കൃഷ്ണ അതിന് സപ്പോർട്ടായിട്ട് എപ്പോഴും കൃഷ്ണ ഉണ്ടാവും. പിന്നെ ഞാനിപ്പോൾ ഇവിടുന്ന് അച്ഛൻ്റെ വീട്ടിൽ പോവുകയാണെങ്കിൽ തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ എനിക്ക് കൃഷ്ണ മാത്രമായിരുന്നു കൂട്ട്. ഇനിയിപ്പോൾ അതുണ്ടാവില്ല, അപ്പോൾ വരവ് കുറയും. പിന്നെ നിനക്കെന്താ പറയാ? എനിക്കെന്താ പറയണ്ടേ, എന്നെ പരിചയപ്പെടുത്തുന്നത് നീയാണ്. അതെ, അങ്ങനെ കമ്പനി ഇതുവഴിയോ പോയി. പിന്നെ ഞങ്ങൾ ഇതിലെ വട്ടം കറങ്ങി അതിലിതിലൊക്കെ പോവുക. ഒരു ഐഡിയ ഇല്ല എന്തൊക്കെ കാണിച്ചു കൂട്ടിയത്. ലൈഫൊക്കെ അടിച്ച് പൊളിക്കുക, മാക്സിമം എൻജോയ് ചെയ്യുക. കല്യാണം കഴിഞ്ഞു എന്ന് വിചാരിച്ച് അല്ലേ, സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടിട്ടില്ല. സുഖമായി അടിച്ചു പൊളിച്ച് ഹാപ്പി ആയിരിക്കുക. ഹാപ്പി മാരീഡ് ലൈഫ് കൃഷ്ണ ആൻഡ് അംബരീഷ് ചേട്ടൻ. പാവന ജസ്തുതി പാത്ര പാവന ചരിത്ര രവി സോമവരനേത്ര രമണീയ. താലി കെട്ടിയ മൊമെന്റിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നി, ഓക്കെ ഇനി പുതിയൊരു ലൈഫിലേക്ക് കടക്കാണെന്ന രീതിയിൽ ഫാമിലി എക്സ്പാൻഡ് ആവാണ്. പാവന ജസ്തുതി പാത്ര പാവന ചരിത്ര പാവന ജസ്തുതി പാത്ര പാവന ചരിത്ര രവി സോമവരനേത്ര രമണീയ ഗാത്ര പാവന ജസ്തുതി പാത്ര പാവന ചരിത്ര. കൃഷ്ണനെ പറ്റി പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പറയേണ്ടത് കൃഷ്ണയുടെ ചെടികളെ പറ്റിയാണ്. കൃഷ്ണ കല്യാണം കഴിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പേടി കൃഷ്ണയുടെ ഭാവി വരൻ ഇതെങ്ങനെയാണ് എടുക്കാൻ പോണേ, ഇതെങ്ങനെ സഹിക്കാൻ പോണേന്നായിരുന്നു. അങ്ങനെ ഒരു വേളയിൽ ഞാൻ കൃഷ്ണയോട് ചോദിക്കുകയുണ്ടായിരുന്നു, എങ്ങനെയാണ് എന്താണ് മൂപ്പരുടെ അഭിപ്രായം ഇതിനെ പറ്റി. അപ്പോൾ കൃഷ്ണ പറയുന്നത് ചക്കിക്ക് പോത്ത ശങ്കരൻ എന്താണോ അതാണ് എനിക്ക് ഇപ്പോൾ. ஆசைமுகம் குழலாட பாவை தவம் உனக்காக நாடி வரும் நிழலாக துணையாக வா. അല്ല, കല്യാണത്തിനെ പറ്റി പറയണെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്രയും വിപുലമായിട്ടൊരു സംഭവം കാണുന്നത്. തലേ ദിവസമാണെങ്കിലും ഇപ്പോൾ കഥകളി അങ്ങനത്തെ പരിപാടികളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും വീട്ടുകാർ ഒരുമിച്ച് ഉണ്ട്. അതൊക്കെ നല്ലൊരു നൈസ് സംഭവമാണ്. കുറച്ച് എസ്തെറ്റിക്കലി ബ്യൂട്ടിഫുൾ ആണ് കാണാൻ. Happy married life. I'll be forever by your side. I'll be the safest place for you to hide. Your love makes me feel alive. I'll be forever by
swim across